മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ നമ്മുടെ ആൻഡ് റോബോട്ടിക് എക്സ്പോ കേട്ടോ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ഡേയ്സായി എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നിക്കുനെയും കൂട്ടി ഭദ്രയും ഞാനും ചേട്ടനുമായിട്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറൊരു ലോകത്ത് എത്തിയതാണ് കേട്ടോ. അത് അത്രയും കാണാം. ആ ഫിഷിൻ്റെ ആ സംഭവം അത്രയും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫിഷ് കേട്ടോ, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള മീനുകൾ എന്ത് രസമായിരുന്നു അറിയുമ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇതെങ്ങനെ പൊട്ടി വീണാൽ എന്ത് പറ്റുമെന്നാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത്. ആദ്യമേ തന്നെ നെഗറ്റീവ് ചിന്തിച്ചത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വലിയ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ മത്സ്യകന്യക, നമ്മുടെ മെർമെയ്ഡ് കേട്ടോ. ഒരുപാട് ടൈം അവരെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. നല്ല തിരക്ക് കുറവായിരുന്നു. നമ്മൾ ഇത്തിരി വൈകിയാണ് പോയത്. പിന്നെ റോബോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ അധികം സ്പെൻഡ് ചെയ്തില്ല ടൈം. അതിൻ്റെ ഇടയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഷോപ്പുകളുടെ ഒരു മേളമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നിക്കുന് വേണ്ടിയിട്ട് ഈ ഒരു ഈ ഒരു ബുക്ക് നോക്കി കേട്ടോ. ഒരു ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ബുക്ക് മേടിച്ച്, പിന്നെ ഫ്രൂട്ട്സ് അച്ചാറുകൾ, ടോയ്സ്, നമ്മുടെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ. സാധാരണ കോമൺ ആയിട്ട് കാണുന്നതിനെക്കാട്ടിലും ഷോപ്പുകൾ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കുന് കുറേ ടോയ്സ് നോക്കി. അവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾക്കൊരു പാമ്പ്, ഒരു സ്നേക്ക് കണ്ടു. അതിനെ വേണമെന്ന് വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മളതൊന്നും മേടിച്ചു കൊടുത്തില്ല. പിന്നെ അടുത്ത് നമ്മുടെ ഫാൻസിലോട്ട് കയറി നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തിരഞ്ഞു പിടിച്ചൊക്കെ വാങ്ങിച്ചു കേട്ടോ. തിരക്കില്ലാതിരുന്നത് കൊണ്ട് തന്നെ നല്ല കൂളായിട്ട് നിക്കുനെയൊക്കെ കൊണ്ടുപോയി കാണാനൊക്കെ പറ്റി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഈ മാട്രസ്, അലമാര, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ വളകളുടെയൊക്കെ ഒരു കളക്ഷൻസ്. നിക്കുന് വള അധികം ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതൊന്നും മേടിക്കുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഫാൻസിൽ ഞങ്ങൾ കുറച്ച് അല്ലറച്ചുള്ള സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള കുറേ പെൻസിൽ, ബുക്ക്, ചെറിയ നോട്ട് പാഡ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് മുട്ടായികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കുന് സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ അത് മുട്ടായികളാണെന്ന്. അവൾക്ക് ആ കവറിൽ ഇരിക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അത് ഇയാൾ അതിനുവേണ്ടി വാശി പിടിച്ചില്ല. പിന്നെ ഞങ്ങളൊരു നോർമലി ഒരു ഗോതമ്പ് ഹൽവയൊക്കെ മേടിച്ച് കൊടുന്ന് ഡിഫറൻറ്റ് ഹൽവകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടാകും. പിന്നെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. ഫുഡ് കോർട്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം മേടിച്ച് കഴിച്ചു. ലാസ്റ്റ് നിക്കുനൊരു റൈഡ് തപ്പിപ്പിടിച്ച് ഞാനും കൂടെ കയറി കേട്ടോ ആ റൈഡിലോട്ട്. നിക്കുനൊറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ലോ. അങ്ങനെ അത്രയേ ഉള്ളൂ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.